ജയ്സാൽമറിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കണം. തനോട്ട് മാതാ ക്ഷേത്ര ഭാഗത്തേക്കാണ് നമ്മുടെ യാത്ര, അതായത് പാക് അതിർത്തിയിലേക്ക്. ഈ ദേശീയപാത വീതിയുള്ളതും നേർരേഖയിലുള്ളതുമാണ്. അതിനാൽ യാത്ര വളരെ സുഖകരമാണ്. മരുഭൂമി ഹൈവേ എന്നാണ് ഇതറിയപ്പെടുന്നത്. നാഷണൽ ഹൈവേ 68 ഈ യാത്ര ഒരു ഡെസേർട്ട് ട്രക്കിംഗ് പോലെ വളരെ മനോഹരമാണ്, ആവേശോജ്വലമാണ്. ഏതാണ്ട് ക്ഷേത്രത്തിനടുത്ത് എത്തുന്നതിന് കുറെ മുമ്പായി ലോങ്കേവാല യുദ്ധ സ്മാരകവുമുണ്ട്. ആ സ്ഥലം സന്ദർശിക്കാതെ നമ്മുടെ യാത്ര പൂർത്തിയാകില്ല. ആ വിവരണം പിന്നീട് പറയാം. ക്ഷേത്രത്തിന്റെ കഥയും പിന്നീടാവാം. വഴിയിൽ പെട്രോൾ പമ്പുകൾ വളരെ വിരളമാണ്. ജയ്സാൽമർ നഗരത്തിൽ നിന്ന് തന്നെ ടാങ്ക് നിറച്ച് യാത്ര തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഈ യാത്ര താർ മരുഭൂമിയിലൂടെ ആയതിനാൽ വരണ്ട കാലാവസ്ഥക്ക് അനുയോജ്യമായ പ്രത്യേകതരം മരങ്ങളാണ് കാണപ്പെടുന്നത്. വഴിയിൽ കാണുന്ന വലിയ മരങ്ങൾ ഖേജ്രി രാജസ്ഥാന്റെ കൽപ്പവൃക്ഷമാണ്. സംസ്ഥാന മരവും ഇത് തന്നെ. വേരുകൾ വളരെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി വെള്ളം വലിച്ചെടുക്കാൻ പര്യാപ്തമായ രീതിയിലാണ്. അധികം ഉയരമില്ലാത്ത മരങ്ങളാണിവ. റോഡരികിലെ കാഴ്ചയിൽ ഒരു പച്ചപ്പ് നിലനിർത്താൻ ഈ മരങ്ങൾ സഹായിക്കുന്നുണ്ട്. മുള്ളുകളോട് കൂടിയ കുറ്റിച്ചെടികൾ ചെറിയ ഇലച്ചാർത്തുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ കുറ്റിച്ചെടിയാണ് ബാബുൾ. ഒട്ടകങ്ങൾ, ആടുകൾ അങ്ങനെ തുടങ്ങിയ കന്നുകാലികളുടെ ഒരു പ്രധാന ഭക്ഷണവും ഈ ചെടിയാണ്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ നിറഭേദങ്ങളുടെ കാഴ്ച വിവരിച്ചു തരേണ്ട യാതൊരു ആവശ്യവുമില്ല. പ്രകൃതിയുടെ മനോഹാരിതയും രാജ്യസ്നേഹത്തിന്റെ ചരിത്രവും ആത്മീയതയും എല്ലാം ഒരുമിക്കുന്ന ഒരു മനോഹരമായ യാത്രയാണിത്. അതാ അങ്ങകലെ സാം സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽക്കൂനകൾ കാണാറായി. ഒട്ടകത്തിലേറിയും ജീപ്പിലുമുള്ള മരുഭൂമി സഫാരിക്ക് പ്രസിദ്ധമാണ് ഈ പ്രദേശങ്ങൾ. രാത്രികാല മരുഭൂമിയിലെ ക്യാമ്പിംഗ്, അവിടെ നടക്കുന്ന കലാപ്രകടനങ്ങൾ എല്ലാറ്റിൻ്റെയും കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ പ്രദേശങ്ങൾ. അങ്ങനെ മനോഹരമായ ഈ പ്രദേശത്തിറങ്ങി നമുക്ക് ഒരു മരുഭൂമി സെൽഫി എടുക്കാം.